ഹലോ ഫ്രണ്ട്സ്, ശ്രീനഗറിലെത്തി ഡാൽ ലേക്കെല്ലാം കണ്ടു. പിറ്റേ ദിവസം രാവിലെ 8:30 മണിക്കുള്ളിൽ യാത്ര തിരിക്കണം എന്ന് ഗൈഡ് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് 8 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ കീഴെ വന്ന് റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡെല്ലാം കഴിച്ചു. അതിനുശേഷം 8:30 തന്നെ ഞങ്ങളെല്ലാവരും യാത്ര തിരിച്ചു. ഞങ്ങളുടെ യാത്ര തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി വോമിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് രാത്രിയെല്ലാം വോമിറ്റിങ്ങും ലൂസ് മോഷനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ വളരെ കുറച്ച് 1-2 മെഡിസിൻസ് മാത്രം അത്യാവശ്യം വേണ്ടത് വെച്ചിട്ടുണ്ടായുള്ളൂ. ബാക്കിയെല്ലാം തന്നെ റൂമിലായിരുന്നു. ഞാൻ അത്യാവശ്യം എല്ലാ മെഡിസിൻസും എല്ലാ ട്രാവലിങ്ങിലും കരുതാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡൈജഷൻ പ്രോബ്ലത്തിൻ്റെ 1-2 മെഡിസിൻസ് കൊടുത്തു. പിന്നെയും ആ കുട്ടി ഇടയിൽ വോമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടുകൊണ്ടുള്ള നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം എത്തിയത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പിലാണ് നിർത്തിയത്. അത് നല്ല എക്സ്പോർട്ടിങ് ക്വാളിറ്റിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, കുങ്കുമപ്പൂവെല്ലാം അവിടെ കണ്ടു. കുങ്കുമപ്പൂവ് 10 ഗ്രാമിന് തന്നെ 3000 രൂപയാണ് വില. 3000 രൂപ കൊടുത്തിട്ട് വിളിക്കണ്ട ചേട്ടാന്ന് പറഞ്ഞ് ഞാൻ കുറേ നട്ട്സും ബ്ലൂബെറി, ക്രാൻബെറി, അതുപോലെ ആപ്രിക്കോട്ട് അതുപോലുള്ള സാധനങ്ങളാണ് വാങ്ങിയത് കേട്ടോ. ഈ കുങ്കുമപ്പൂവ് ശരിക്കും ഒറിജിനൽ കുങ്കുമപ്പൂവാണ് കേട്ടോ, പക്ഷേ ഭയങ്കര വിലയാണ്. പിന്നെ ഞങ്ങളിതെല്ലാം വാങ്ങി വെളിയിൽ വന്നു. അപ്പം ഞങ്ങളുടെ ഡ്രൈവർ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഒരു കാശ്മീരി ഡ്രൈവറാണ് കേട്ടോ. പുള്ളി നല്ലൊരു ഡ്രൈവറായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മിസ്സായാൽ പുള്ളി പെട്ടെന്ന് കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.